കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 9 ജില്ലകളിലാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. തെക്കൻ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുന്നു. അടുത്ത 24 മണിക്കൂറിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ഈ മാറ്റം അതിശക്തമായ കാറ്റിനും മഴയ്ക്കും കാരണമാകും. അടുത്ത 5 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശങ്ങളിലും മലയോരങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് മഴയുടെ കെടുതി ഏറ്റവും രൂക്ഷമായത് ഇടുക്കി ജില്ലയിലാണ്. നെടുങ്കണ്ടം മേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയം നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ആരംഭിച്ച അതിശക്തമായ മഴയാണ് പുലർച്ചെ 3 മണിയോടെ വലിയ വെള്ളപ്പാച്ചിലായി മാറിയത്. കാട്ടൂർ, തേർഡ് ക്യാപ്പ്, സന്യാസിയോട്, മുണ്ടിയരുമ, തൂക്കുപാലം, താന്നിമൂട്, കല്ലാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത്. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും റോഡുകളും കടകളും അടക്കം കൃഷിയിടങ്ങളുമെല്ലാം വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു. ജില്ലയിലെ കുമളി മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. അവിടെ തോട് കര കവിഞ്ഞതിനെ തുടർന്ന് ഒരു വീട്ടിൽ കുടുങ്ങിയ 5 പേരെ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. മിനി, ദേവി, അക്ഷയ് കൃഷ്ണ, ദയാൻ കൃഷ്ണ, കൃഷ്ണ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. കൂടാതെ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് 42 കുടുംബങ്ങളെ സമീപത്തുള്ള ഹോളിഡേ ഹോം ഡോർമിറ്ററി കെട്ടിടത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കുമളിയിലെ ചെളിമട ഭാഗത്തും ആനവിലാസം ശാസ്ത്രനട ഭാഗത്തും വണ്ടിപ്പെരിയാർ, കക്കിക്കവല എന്നിവിടങ്ങളിലെ ആറ്റിലും ജലനിരപ്പ് ഉയർന്ന സമീപ വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. പലയിടത്തും മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടായി. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തി. ജലനിരപ്പ് 137 അടിയായി ഉയർന്നതോടെ തമിഴ്നാട് അധികൃതർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് അറിയിച്ചു. രാവിലെ 8 മണിക്ക് 13 ഷട്ടറുകൾ തുറക്കാനാണ് നിലവിലെ തീരുമാനം. പെരിയാർ നദിയിലെ ജലനിരപ്പ് താരതമ്യേന കുറവായതിനാൽ സെക്കൻഡിൽ 5000 ഘന അടിയിലുള്ള വെള്ളം വരെ തുറന്നുവിടുമെന്ന് തമിഴ്നാട് അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെങ്കിലും പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കല്ലാർ ഡാമിന്റെ 4 ഷട്ടറുകളും പൂർണ്ണമായും ഉയർത്തി വെള്ളം പുറത്തേക്ക് വിട്ടു. 2018 പ്രളയകാലത്ത് ഇതിനു മുമ്പ് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും പൂർണ്ണമായും ഉയർത്തിയത് എന്ന വസ്തുത പ്രദേശവാസികളിൽ ഭയം ജനിപ്പിക്കുന്നുണ്ട്. ഡാമിൽ നിന്നുള്ള അധിക ജലം പെരിയാർ നദിയിലേക്ക് എത്തുമെന്നതിനാൽ തീരവാസികൾ അതീവ ജാഗ്രതയിലാണ്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കുന്നു. താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നദികളുടെയും ഡാമുകളുടെയും തീരങ്ങളിൽ പോലീസും ഫയർഫോഴ്സും ജാഗ്രത പാലിക്കുന്നു. ദേശീയ ദുരന്ത പ്രതികരണ സേന സംഘങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും നിരോധിച്ചു. പുഴകളിലോ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലോ ഇറങ്ങരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ മഴയുടെ തീവ്രത വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത ദിവസങ്ങളിൽ നിർണായകമാണ്. 2018 മഹാപ്രളയത്തിന്റെ കൊടുതികൾ മറികടക്കും മുൻപ് വീണ്ടും പ്രളയ സമാനമായ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുന്നത് കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ജനങ്ങളും അധികൃതരും അതീവ ജാഗ്രതയോടെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പിന്തുടരേണ്ടതും അനിവാര്യമാണ്.